എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വളാട്ടിലിറ്റിയാണ് നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് കണ്ടത്. അമേരിക്ക വീണ്ടും റിസഷനിലേക്ക് പോകുമോ, അതുപോലെ തന്നെ ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ വളാട്ടിലിറ്റി ഉണ്ടാക്കുമോ എന്നുള്ള ഭീതികളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യ ദിവസങ്ങളിൽ തിങ്കളും ചൊവ്വയൊക്കെ മാർക്കറ്റുകൾ അലട്ടിയിരുന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീതികൾക്കൊന്നും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഒരു ബലമാണ് നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് കാരണമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരവസരത്തിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഈ നിക്കായ് 225 ടോപ്പിക്സ് 2000 ഇൻഡെക്സ് ഒക്കെ പീക്ക് ലെവലിൽ നിന്ന് 25% വരെയൊക്കെ താഴെ വന്നിരുന്നു. അതായത് ഒരു വെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്തിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ തിരിച്ച് മുന്നേറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് പൊതുവെ വീണ്ടും ഒരു റിക്കവറിക്കുള്ള ഒരു ചാൻസ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ Q2 റിസൾട്ടുകളൊക്കെ അസസ് ചെയ്യുമ്പോൾ ബ്ലൂംബർഗ് റിസർച്ച് പറയുന്നത് ഇതുവരെ മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്ന ആപ്പിൾ, അതുപോലെ തന്നെ ആമസോൺ അടക്കമുള്ള 7 കമ്പനികളായിരുന്നു അമേരിക്കൻ കോർപ്പറേറ്റ് പ്രോഫിറ്റും റവന്യൂ ഒക്കെ ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ S&P 500 മറ്റ് കമ്പനികളുടെ റവന്യൂയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു റിസർച്ചാണ് ബ്ലൂംബർഗ് റിസർച്ച് പുറത്തുവിട്ടത്. ഇത് സൂചിപ്പിക്കുന്ന അമേരിക്കയിലൊരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇത് പൊതുവെ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ സിമിലർ വോളാറ്റിലിറ്റി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ പറയുകയാണെങ്കിൽ ഗോൾഡ് $2470.6 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് കമോഡിറ്റികളൊക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ലെവലിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഗോൾഡ് ETF-കളിലേക്കുള്ള ഇൻഫ്ലോ റെക്കോർഡ് ഹൈയിലെത്തിയിരിക്കുകയാണ്. $246 ബില്യൺ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഈ ഗോൾഡ് ETF-കളിലെ. അതോടൊപ്പം തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 17th മന്തും ഇമ്പോർട്ട് കണ്ടിന്യൂ ആണ്. ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ടും കൂടിയിരിക്കുകയാണ്. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പോൾ സേഫ് ഹാവൻ അസറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിൻ്റെ ഒരു അട്രാക്ഷൻ വീണ്ടും കൂടുകയാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ അട്രാക്ഷൻ കൂടാനുള്ള ചാൻസാണ്. ഗോൾഡ് നമ്മൾ മുൻപത്തെ പോഡ്കാസ്റ്റുകളിലൊക്കെ സൂചിപ്പിച്ച പോലെ അടുത്ത ദിവസങ്ങളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് നമ്മുടെ ഇൻവെസ്റ്റർ അഡീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. NSEയിൽ ഇപ്പോൾ 10 കോടി ഇൻവെസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 10 കോടിയിലധികമായി. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ജൂലൈയിൽ 64.97 ലക്ഷം കോടിയാണ്. SIP 23,332 കോടി രൂപയാണ്. അപ്പോൾ ഈ ന്യൂസ് ഫ്ലോസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഒപ്പം നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ നാളെ അനൗൺസ്മെൻറ്റ് വരികയാണ്. ജൂലൈ മാസത്തെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന 4% താഴെ ആയിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഡാറ്റ വരുന്നെങ്കിൽ അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ പോസിറ്റീവാണ്. Q1 റിസൾട്ടുകൾ തീർച്ചയായിട്ടും Q1 റിസൾട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്ലോബൽ ഫാക്ടേഴ്സിനൊപ്പം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്തിലും പ്രോഫിറ്റബിലിറ്റി ഗ്രോത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പല സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്തിട്ട്, പ്രത്യേകിച്ച് ട്രെൻഡിൻ്റെ Q1 റിസൾട്ട് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൂഡിയോ അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ വീണ്ടും വലിയ രീതിയിൽ Tier 2 Tier 3 സിറ്റികളിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. ഒപ്പം ഒരു മിഡിൽ ഈസ്റ്റിലേക്കും കൂടി എൻട്രി ആണ്. അപ്പോൾ ട്രെൻഡൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 6300 ലെവലിലൊക്കെയാണ്. അടുത്ത മാസങ്ങളിൽ അടുത്ത വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസ് ഒരു പക്ഷേ 10,000 രൂപയ്ക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്.
CDSL ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡിപ്പോസിറ്ററി അക്കൗണ്ടുകൾ കൂടുന്തോറും അതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് CDSL ആണ്. അപ്പോൾ CDSL ഇപ്പോൾ കമ്പോണസും കൂടിയാണ് 1:1 ആണ് ബോണസ് റേഷ്യോ. റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് 24. അപ്പോൾ CDSL ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇൻവെസ്റ്റേഴ്സ് അഡീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി CDSL കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കമ്പനി ലിസ്റ്റഡ് അല്ല, BSNL 4G 5G യൂണിവേഴ്സൽ സിം ലോഞ്ച് ചെയ്യുകയാണ്. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവരുടെ ടവറുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തേജസ് നെറ്റ്വർക്കും അതുപോലെ തന്നെ BSNL യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബറുകളൊക്കെ യൂസ് ചെയ്യുന്നത് HFCLൻ്റെയും കൂടിയൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും BSNLൻ്റെ ഗ്രോത്തിനനുസരിച്ച് വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ്. തേജസ് നെറ്റ്വർക്ക് പ്രത്യേകിച്ച് 335 പേറ്റൻ്റുള്ള ഒരു കമ്പനിയും കൂടിയാണ്. തേജസ് നെറ്റ്വർക്ക് ഗ്ലോബലി 75 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. തേജസ് നെറ്റ്വർക്കിന് ടാറ്റ ഗ്രൂപ്പ് കമ്പനിയും കൂടിയാണ്. HFCLനും ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും HFCL ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആവാസ് ഫിനാൻസ് ലിമിറ്റഡ് CVC ക്യാപിറ്റൽ 26% അക്വയർ ചെയ്യാനായിട്ട് ഓപ്പൺ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1767 രൂപ പെർ ഷെയർ ആണ്. 1645 ആയിരുന്നു വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ ആവാസ് ഫിനാൻസിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ് ഈ ന്യൂസ്. ഒപ്പം നമ്മൾ NBFC സെഗ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ പൂനാവാല ഫിൻകോർപ്പ് അതുപോലെ ശ്രീറാം ഫിനാൻസ് ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് റിസൾട്ടിൻ്റെ പിൻബലത്തിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഒപ്പം നമ്മൾ എയർലൈൻ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുള്ള എയർലൈൻ കമ്പനിയായിരുന്നു ഇൻഡിഗോ. നോ ഫ്രിൽസ് അക്കൗണ്ട്, അല്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബിസിനസ് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബിസിനസ് ക്ലാസ്സും കൂടി തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രോഫിറ്റബിലിറ്റി കൂടാൻ ചാൻസസ് ഉണ്ട് ഇൻഡിഗോയ്ക്ക്. കാരണം ഓവർസീസ് ഫ്ലൈറ്റുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലൊക്കെ ബിസിനസ് ക്ലാസ് വരികയാണെങ്കിൽ കുറേ ടിക്കറ്റുകൾ ബിസിനസ് ക്ലാസ്സിൽ ബുക്കിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് റേറ്റ് താഴെയാണെങ്കിൽ മറ്റ് എയർലൈൻ കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഡിഗോനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നൊരു ന്യൂസും കൂടിയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇനി നിങ്ങളെല്ലാവരും ചിലപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ രണ്ടാമത്തെ അലഗേഷനാണ്. ഹിൻഡൻബർഗിൻ്റെ ആദ്യത്തെ അലഗേഷൻ ഉണ്ടയില്ലാത്ത വെടിയായിരുന്നു. അതിനെതിരെ സെബി ഒരു ഷോക്കോസ് നോട്ടീസ് ഹിൻഡൻബർഗിന് കൊടുത്തിട്ടുണ്ട്. ഒപ്പം സുപ്രീം കോടതിയിൽ സെബിയോട് ഹിൻഡൻബർഗ് എൻക്വയറി റിപ്പോർട്ട് ഓഗസ്റ്റ് 15 മുമ്പ് സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നോടിയായിട്ട് ഉണ്ടയില്ലാത്ത വെടിപൊട്ടിച്ച് തോറ്റു നിൽക്കുന്ന ഹിൻഡൻബർഗ് വീണ്ടും ഒരു വെടിപൊട്ടിച്ചിരിക്കുകയാണ്. സെബി ചെയർമാനും ഫാമിലിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ്. വളരെ വിചിത്രമാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞ് കൈ കഴുകാനുള്ള ഒരു അലഗേഷൻ മാത്രമായിട്ടാണ് ഇതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. സെബി ചെയർമാൻ എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് റെഗുലേറ്ററുകളിലൊന്നാണ് സെബി ചെയർമാനും സ്ട്രോങ് റെഗുലേറ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ആളെന്ന നിലയ്ക്ക് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ആ റെഗുലേറ്റർ ഡിഫൈം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിനെയൊക്കെ ഡിഫൈം ചെയ്യാമെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങൾ വിശ്വസിച്ച് ഇരിക്കുന്നത്. ഇതിൽ പല രാജ്യങ്ങൾക്കൊക്കെ പങ്കുണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സെബി ചെയർമാനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെബി ചെയർമാൻ്റെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ആയാലും മറ്റു പാർട്ടിസിപ്പേഷൻ എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് ഡിസ്ക്ലോസ് ചെയ്ത് അഫിഡാവിറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലൊക്കെ അവർ കയറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് ഇവരൊക്കെ. താങ്കൾ എന്ത് പാസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും അത് പബ്ലിക്കലി ഏത് നിമിഷം അറിയാവുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണെന്നും അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അലഗേഷന് യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പോഴത്തെ സെബി ചെയർമാനും അത്തരത്തിൽ വളരെ പ്രൊഫഷണലിസം കാഴ്ച വെച്ചിട്ടുള്ളൊരു പ്രൊഫഷണലാണ്, സെബി ചെയർമാനാണ്. ഒപ്പം വളരെ ട്രാൻസ്പാരൻറ്റും അതുപോലെ തന്നെ വളരെ റിഫോം ഓറിയൻറ്റഡ്
ആയിട്ടുള്ള റെഗുലേറ്ററും കൂടിയാണ്. ഈ അലഗേഷൻസ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്, വ്യക്തിഹത്യം കൂടിയാണ്. ഇതിനാരും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള അലഗേഷന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ മാല് കൽപ്പിക്കുന്നില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റും ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ത്യനെ ഡിഫെയിം ചെയ്യുക, ഇന്ത്യൻ റെഗുലേറ്റർ ഡിഫെയിം ചെയ്യുക, ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിനെ ഡിഫെയിം ചെയ്യുക എന്നല്ലാതെ ഇതിൽ യാതൊരു ഉദ്ദേശവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഹിൻഡൻബർഗ്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, നമ്മുടെ ഇൻവെസ്റ്റേഴ്സും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും പുച്ഛിച്ച് തള്ളും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അലഗേഷൻ കണ്ട് പേടിച്ചൊന്നും ആയിരിക്കേണ്ട. മറിച്ച് മാർക്കറ്റ് ഗ്ലോബൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വില വോളാറ്റിലിറ്റി വരികയാണെങ്കിലൊക്കെ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയി എടുത്തുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാം. പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് സെക്ടർ ഷെയർസൊക്കെ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റിന് ശേഷം താഴെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്ലോബലി ഡിഫൻസ് പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടൈമാണ് ഇന്നും ഇനി ഭാവിയിലും. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികൾ ഗ്ലോബൽ ജയൻസ് ആയിട്ട് മാറാൻ പോവുകയാണ്. HAL, BEL, അതുപോലെ തന്നെ LNT, ഭാരത് ഫോർജ് ഒക്കെ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അലഗേഷനൊന്നും ചെവി കൊടുക്കേണ്ട. മറിച്ച് അലഗേഷൻസ് വന്നിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ഇമ്പാക്റ്റിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു വൊളാറ്റിലിറ്റി വന്നിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപനെ സംബന്ധിച്ച് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള അലഗേഷൻസിന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അലഗേഷനെ പുച്ഛിച്ചതല്ല, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആവുക, പേഷ്യൻസോട് കൂടിയിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക. നല്ല റിട്ടേൺ കിട്ടുമ്പോൾ പ്രോഫിറ്റ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.